ഹായ് ഗായ്സ്, നമ്മളിന്ന് ബ്രഷ്ലെസ് DC മോട്ടറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ബ്രഷ്ലെസ് DC മോട്ടർ? പേര് പോലെ തന്നെ ഈ ഒരു മോട്ടറിൽ ബ്രഷസ് ഇല്ല. സോ എന്താണ് അത്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് നോക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ഡ്രോണിനെ കുറിച്ച് പഠിച്ച സമയത്താണ് ഈ ഒരു ബ്രഷ്ലെസ് DC മോട്ടർ ഒരു ജനപ്രിയം നേടിയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ നമ്മളാരും ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. കാരണം പലർക്കുള്ളൊരു സംശയമാണ് ഈ ഒരു ബ്രഷ്ലെസ് DC മോട്ടറും ബ്രഷ് ഉള്ള DC മോട്ടറും തമ്മിലുള്ള വർക്കിങ്ങിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം കൺസ്ട്രക്ഷനാണ് ആദ്യം പറയുന്നത്. അപ്പം ബ്രഷ്ലെസ് DC മോട്ടർ എന്നുള്ള പേര് പോലെ തന്നെ ഈ ഒരു കാറ്റഗറി ഓഫ് മോട്ടോഴ്സിന് ബ്രഷസ് ഉണ്ടാവില്ല. മാത്രമല്ല ബ്രഷസ് ഇല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്ററും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കറങ്ങുന്നത് എന്നുള്ളൊരു സംശയം വരാം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ആർമേച്ചർ സ്റ്റേഷനറിയാണ്, ഫീൽഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ആർമേച്ചർ ഈ ഒരു കേസിൽ ബ്രഷ്ലെസ് DC മോട്ടറിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് BLDC എന്ന് പറയുക. BLDCയുടെ കേസിൽ ആർമേച്ചർ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റീരിയർ മൗണ്ടും വരാം, എക്സ്റ്റേണൽ മൗണ്ടും വരാം. അതായത് ആർമേച്ചർ പുറത്തും റോട്ടർ അകത്തും, അല്ലെങ്കിൽ ആർമേച്ചർ അകത്തും അതിന് ചുറ്റും റോട്ടറും. ഇപ്പോൾ ഡ്രോണിൻ്റെ കേസിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സാധാരണ ആർമേച്ചർ അകത്തായിരിക്കും. അത് വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം, ആർമേച്ചർ ആയിരിക്കും അകത്ത്, അതിന് ചുറ്റുമുള്ള ഒരു കേസാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുമായിട്ടായിരിക്കും ഈ ഡ്രോണിൻ്റെ ലീഫൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആർമേച്ചർ പുറത്ത്, അതായത് ഫുൾ സപ്പോർട്ടിനകത്ത് ആർമേച്ചർ, അതിനകത്ത് സാധാ നമ്മുടെ മോട്ടർ പോലെ തന്നെ റോട്ടറുള്ള കേസസും ഉണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റാണ് റോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ രണ്ട് ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻസ് ഉള്ളത്. സർഫസ് മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ് റോട്ടർ കൺസ്ട്രക്ഷനും ഉണ്ട്, ഇൻറ്റീരിയർ മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ് റോട്ടർ കൺസ്ട്രക്ഷനും ഉണ്ട്. ഇതിലെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് സർഫസ് മൗണ്ടഡ് ആണ്. നമ്മുടെ പ്രൊജക്റ്റഡ് ടൈപ്പ് പോൾ ജനറേറ്റർ പോലെ, അതിൻ്റെ റോട്ടർ പോലെ തന്നെ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ, ഒരു നീല സിലിണ്ടറിൻ്റെ മുകളിൽ ഈ ഒരു മാഗ്നറ്റ്, ചുവപ്പ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് മാഗ്നറ്റ്, പെർമനൻറ്റ് മാഗ്നറ്റ്, അത് പ്രൊജക്റ്റഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ സർഫസ് മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ് BLDC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ മൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിന് രണ്ടാമത്തേത് ഇൻറ്റീരിയർ മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റിന് യൂണിഫോം എയർ ഗ്യാപ്പ് ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. യൂണിഫോം എയർ ഗ്യാപ്പ്, മറ്റുള്ള ഫ്ലക്ച്വേഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അതേ സമയത്ത് മറ്റിടത്ത് എയർ ഗ്യാപ്പ് യൂണിഫോം അല്ല. ഇതാണ് മെയിൻലി കൺസ്ട്രക്ഷനിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ബ്രഷ് ഇല്ലയെന്ന്, അതുകൊണ്ട് തന്നെ ആ ഒരു മെക്കാനിക്കൽ കമ്മ്യൂട്ടേറ്ററും ഇല്ല. ഈ ഒരു ബ്രഷും കമ്മ്യൂട്ടേറ്ററും ൻ്റെയും ഫങ്ഷൻ ചെയ്യുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂട്ടേറ്ററാണ്. അതായത് പവർ ഇലക്ട്രോണിക് ഡിവൈസസ് വെച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്പർ ഓഫ് വൈൻഡിങ്സിന് ടാപ്പിംഗ് എടുക്കും. ഈ ടാപ്പിങ്ങിലേക്കായിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ പവർ സെമി കണ്ടക്ടർ ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഈ ഒരു ബ്രഷ് കമ്മ്യൂട്ടേറ്റർ കോണ്ടാക്റ്റ് ഇല്ല, അതായത് ഒരു ടച്ചബിൾ കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്പീഡ്, നമുക്കിപ്പം ഈ ഒരു ഡ്രോണൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് മോട്ടറിനെ ലിമിറ്റ് ചെയ്യുന്നത്, ഈ DC മോട്ടറിനെ ലിമിറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് കമ്മ്യൂട്ടേറ്റർ കോണ്ടാക്റ്റ് ആണ്. അതായത് ഇപ്പം ആർമേച്ചർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർമേച്ചറിലേക്ക് എന്തായാലും കറണ്ട് എത്തണമെങ്കിൽ കമ്മ്യൂട്ടേറ്ററും ബ്രഷുമാണ് സഹായിക്കുന്നത്. അപ്പം ഈ ഒരു കമ്മ്യൂട്ടേറ്റർ ബ്രഷ് കോണ്ടാക്റ്റും ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അതായത് ബ്രഷ് സ്റ്റേഷനറി ആയിരിക്കും, കമ്മ്യൂട്ടേറ്റർ ആയിരിക്കും അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. കമ്മ്യൂട്ടേറ്റർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രഷസിൽ അല്ലെങ്കിൽ ബ്രഷ് കമ്മ്യൂട്ടേറ്റർ ആ കോണ്ടാക്റ്റിൽ വിയർ ആൻഡ് ടിയർ ലോസസ് വളരെ ഹൈ ആയിരിക്കും. വളരെ പീരിയോഡിക് ആയിട്ടുള്ള മെയിൻ്റനൻസ് അതൊക്കെ വളരെ ആവശ്യമുണ്ട് കൺവെൻഷണൽ DC മോട്ടർ നമ്മൾ ഹൈ സ്പീഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനൊരു ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ വരുന്നൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ബ്രഷ്ലെസ് DC മോട്ടർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പം ഇവിടെ ആർമേച്ചർ സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വർക്കിങ്ങിലേക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ സർക്യൂട്ട്
കാണിച്ചു തരാം. ഇവിടെ ആർമേച്ചർ സ്റ്റേഷനറിയാണ്, പുറത്താണ് എം എന്ന് കാണിച്ചിട്ടുള്ളതാണ് റോട്ടർ വരുന്നത്. ഇപ്പോൾ ഒരു 3 ഫേസ് ബ്രഷ്ലെസ് DC മോട്ടറിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ ആക്ഷൻ വരുന്നത് ഈ ഒരു 6 പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ അല്ല ഒരു ആനിമേഷൻ അവിടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിൽ ഒരു പോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് അതിലേക്കുള്ള സപ്ലൈ എനർജൈസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോൾ സ്വിച്ച് ചെയ്യുന്നത്. പക്ഷേ ബ്രഷ്ലെസ് DC മോട്ടറിൽ തൊട്ടടുത്ത 2 പോൾസ് ഒരേ സമയത്താണ് സ്വിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ ആണെങ്കിൽ അതിലെ ടോർക്ക് എന്ന് പറയുന്നത്, ടോർക്കിൽ റിപ്പിൾസ് ഉണ്ടാവും. ഇവിടെ എന്ന് പറയുന്നത് ടോർക്കിൽ റിപ്പിൾസ് വളരെ കുറവാണ്. അതാണ് ഇത് തമ്മിലുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ്. അതിനെ അപേക്ഷിച്ച് ഇതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരിക്കും റോട്ടർ ഉണ്ടാവുക. അപ്പം ഫീൽഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചർ സ്റ്റേഷനറിയാണ്. അപ്പം ഈ ഒരു ആർമേച്ചറിൽ നമ്മൾ സ്വിച്ച് ചെയ്ത് കൊടുക്കുന്ന വഴി ഇപ്പോൾ തൊട്ടടുത്ത 2 പോൾസ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു റോട്ടർ ആ ഒരു പോർഷനിലേക്ക് എത്തും. ദെൻ നമ്മൾ ആ ഒരു സ്വിച്ചിങ് മാറ്റി തൊട്ടടുത്തത് സ്വിച്ച് ചെയ്യാണ്. ഒന്ന് നിർത്തി തൊട്ടടുത്തത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് റോട്ടർ അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. ദെൻ അവസാനം സ്വിച്ച് ചെയ്ത് നിർത്തി ദെൻ തൊട്ടടുത്തത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് റോട്ടർ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു BLDCയിൽ റൊട്ടേഷൻ പോസിബിൾ ആവുന്നത്. മാത്രമല്ല ആർമേച്ചർ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടറും അതേപോലെ തന്നെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. കാരണം ആ ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് മുഖേനയാണ് ഈ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്, നമ്മുടെ സിങ്ക്രണസ് മോട്ടർ പോലെ തന്നെ. ഇവിടെ അതിൻ്റെ ഒരു കുറച്ചുകൂടി സ്പീഡ് കൂടിയൊരു ആനിമേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെയും ആർമേച്ചറാണ് എക്സ്റ്റേണലി നിൽക്കുന്നത്, ഫീൽഡാണ് അതിൻ്റെ സെൻറ്ററിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആർമേച്ചറിൽ ആർമേച്ചർ സ്വിച്ചിങ് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോട്ടറും നല്ല ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്പീഡിലാണോ സ്വിച്ച് ചെയ്യുന്നത് ആ സ്പീഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ആർമേച്ചറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേഷൻ. അതിനെ ക്യാച്ച് ചെയ്തിട്ടായിരിക്കും റോട്ടർ റൊട്ടേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ആ ഒരു എക്സൈറ്റേഷൻ നടത്തുന്ന ക്ലോക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ എക്സൈറ്റേഷൻ നടത്തുന്ന ഫ്രീക്വൻസി എന്താണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും അപ്ലിക്കേഷൻ ലെവലിലേക്കും വരുന്നത്. അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റൈൽസ്, ഗ്ലാസ് ഗ്രൈൻഡേഴ്സ്, മെഷീൻസ്, അങ്ങനെ ഹൈ സ്പീഡ് അപ്ലിക്കേഷൻസ്, റോബോട്ടിക്സിൽ ഫാന്, മിക്സർ, അങ്ങനെ അപ്ലിക്കേഷൻസ്, ഡ്രോൺസ് അങ്ങനെ പോലെയുള്ള അപ്ലിക്കേഷൻസ്, ഡിഫെൻസിൽ, അങ്ങനെ പല ഫീൽഡിലായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ്ലെസ് DC മോട്ടറിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്.